കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമാണ് വിഷു എന്ന് പറയാം. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു എന്നും പറയാം. വിഷുക്കണി ഒരുക്കുക, കണി കാണുക, കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷുസദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിന്റെ പ്രധാന ചടങ്ങുകൾ. കൊന്നമരവും അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന് പ്രധാനമാണ്. കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട്. വിഷു എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഷുവിൻ്റെ തിരക്കിലാണ് എല്ലാവരും. മഴ ഇത്തവണത്തെ വിഷുവിനെ കുറച്ചൊരു കുറവാക്കുമോ എന്നുള്ള ഒരു ശങ്കയുള്ളൂ. കുട്ടികളെല്ലാവരും വിഷുവിൻ്റെ കണിയൊരുക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ വിഷു കൈനീട്ടം, നമ്മുടെ ആഘോഷങ്ങൾ, ഈശ്വരനോട് ഏറ്റവും കൂടുതൽ നമ്മൾ അടുക്കുന്ന ഒരു സമയമാണ് വിഷുവിൻ്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. അപ്പം ഓണം കൊയ്ത്തുത്സവമാണെങ്കിൽ വിഷു നമ്മുടെ വിത്ത് വിതയ്ക്കലിൻ്റെ ഒരു ഉത്സവമാണ്. നമ്മുടെ സമ്പൽ സമൃദ്ധിയുടെ ആഘോഷത്തിൻ്റെ നിറവിൻ്റെ ഒക്കെ ഒരു കാർഷികോത്സവമായ ഈ ഒരു വിഷു കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ആഘോഷമാകട്ടെ. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു വിഷു ആകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷുവിൻ്റെ നിറവിൽ എല്ലാവരും നല്ലൊരു വിഷുക്കണി ഒരുക്കി നല്ല ഒരാഘോഷമായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങളുണ്ട്. അവയെല്ലാം ഭാരതത്തിൽ മുൻപ് നിലവിലിരുന്ന പഞ്ചാംഗം പ്രകാരമുള്ള വർഷാരംഭത്തിന്റെ ആഘോഷമാണ്. സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷകരമായ വരാനിരിക്കുന്ന നാളുകളുടെയും ആഘോഷങ്ങളായി വിഷുവിനെ കേരളത്തിലും മനുഷ്യർ ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയ പെരുന്നാൾ ആചരിച്ചത്. ഇന്ന് ക്രൈസ്തവ സമൂഹം ഓശാന ആചരിക്കുന്നു. അടുത്തയാഴ്ച ഈസ്റ്ററാണ്. അപ്പം ചെറിയ പെരുന്നാളും വിഷുവും ഈസ്റ്ററും ചേർന്ന ഈ ആഘോഷം മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായി കേരളീയർ ഒത്തൊരുമിച്ച് ഒരുമയോടെ സ്നേഹത്തോടെ ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് മുഴുവൻ ആളുകളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെയാണ് എല്ലാവരും ഈ ചടങ്ങുകളിൽ പങ്കാളികളാകുന്നത്. പരസ്പരം പങ്കാളികളാകുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ മാത്രമല്ല, മുഴുവൻ ആളുകളും ഏകോദര സഹോദരന്മാരെ പോലെ ഈ സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെതുമായ ഈ ആഘോഷങ്ങൾ ആചരിക്കുകയാണ്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത 1 കൊല്ലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രത്യേക പ്രാധാന്യവുമുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം പോലെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മേടവിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. ഇവിടങ്ങളിൽ വിഷു ദർശനത്തിന് ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നു. ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ഈ ദിവസം പ്രത്യേക പൂജകളോടുകൂടി ദർശനം സാധ്യമാണ്. മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായ വിഷു കൊണ്ടാടപ്പെടുകയാണ്. വിഷുവിൻ്റെ പ്രത്യേകതകളൊന്ന് കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഉത്സവങ്ങളിലൊന്ന് എന്നതുകൂടിയുണ്ട്. ഏറെ കാത്തിരിപ്പിന് ശേഷം വിളവെടുപ്പിൻ്റെ കാലമാവുന്ന ഈ സന്ദർഭത്തിൽ വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയായി വിഷു ഉത്സവം മാറുകയാണ്. വ്യത്യസ്തത കൊണ്ട് ആ ഉത്സവ പരിപാടികൾ നമ്മുടെ മനസ്സിൽ എക്കാലത്തും നിറഞ്ഞു നിൽക്കുന്നതായി നമ്മുടെ അനുഭവമാണ്. ചെറിയ കൊച്ചുകുട്ടി മുതൽ പ്രായമുള്ള ആളുകൾ വരെ വിഷുവിൻ്റെ ഭാഗമായി എല്ലാവരും ആഘോഷത്തിൽ പങ്കുചേരുന്നതായി കാണാൻ വേണ്ടി കഴിയും. പുതിയ ഉടുപ്പുകൾ നമുക്ക് കിട്ടുന്ന ഒരു ഉത്സവം കൂടിയായി കുട്ടികളെ സംബന്ധിച്ചിടത്തോളമുള്ള കാലത്തുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. പുതിയ വസ്ത്രങ്ങൾ അണിയുക, കണി വീട്ടിലൊരുക്കുക, അതിന് പ്രായമുള്ള ആളുകൾ പ്രത്യേകിച്ച് അതിനുവേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുക, മനോഹരമായ കണിക്കൊന്ന, പ്രകൃതി ഏറ്റവും ചൂടുള്ള കാലത്തിൽ പോലും കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത് നമ്മുടെ ഒരു വ്യത്യസ്തമായ അനുഭവമായി പ്രകൃതി തന്നെ അതിന് ഉത്സവത്തിന് തയ്യാറായി നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ കണിക്കൊന്ന കൊണ്ട് വെള്ളരിക്ക ഉപയോഗിച്ചുകൊണ്ട് മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ടുള്ള മനോഹരമായ കണിക്കൊന്നകൾ കണി ഒരുക്കുക. ആ കണി രാവിലെ എഴുന്നേറ്റ് വന്ന് നിറവിളക്കിന് മുന്നിൽ നിന്ന് ആ കണി കാണുക ഒരു അനുഭവമാണ്. പ്രായമുള്ള ആളുകൾ, ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചെറിയ സംഖ്യയാണെങ്കിലും അവർക്ക് വിഷു കൈനീട്ടം കൊടുക്കുക, പടക്കങ്ങൾ പൊട്ടിക്കുക, ഇതൊക്കെ വിഷുവിൻ്റെ പ്രത്യേകതകളൊന്നായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. വിഷുദിനത്തിൽ കേരളത്തിലെ വിഷുവുമായി ഏറെ സമാനതകളുള്ള ബിസുപർബ എന്നൊരു ഉത്സവം തുളുനാട്ടിൽ ആഘോഷിക്കാറുണ്ട്. ചെറിയ പെരുന്നാളും ഓശാന ഞായറും കടന്ന് മലയാളികൾ വിഷു ആഘോഷിക്കുകയാണ്. സമൃദ്ധമായ ഒരു കാർഷിക കേരളം കണി കണ്ടുടരാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം ഉണ്ടെങ്കിലും കാർഷികോത്സവമാണ് വിഷു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇന്ന് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു
കേരളത്തിന് കാർഷികോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ. അത് പരിശോധിക്കുക തന്നെ വേണം. നല്ല സമ്പൽ സമൃദ്ധിയുള്ള, കാർഷിക സമൃദ്ധിയുള്ള ഒരു കേരളത്തെ പടുത്തുയർത്താൻ, കണി കാണാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ വിഷുനാളിൽ എൻ്റെയും ഏജന്റിൻ്റെയും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ആർലത്ത് നിന്ന് KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. അതെ, ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ഓസ്ട്രേലിയയോ? വാവ്. മാം, ഏതാ മൈഗ്രേഷൻ ഏജൻസി? എക്സ്ക്യൂസ് മീ, അവർ ലൈസൻസ് മൈഗ്രേഷൻ കൺസൾട്ടൻസ് ആണോ? ബ്രോ, ഏജൻസിക്ക് ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? പിന്നെ അവർക്ക് ഓസ്ട്രേലിയയിൽ ഓഫീസ് ഉണ്ടോ? എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം. ഫീനിക്സ് മൈഗ്രേഷൻ സർവീസസ്, Australian Migration Law Specialist. Mara registered agent with office in Australia. 20 years of experience in Australia. എല്ലാം മറക്കൂ, ഓസ്ട്രേലിയയിലേക്ക് പറക്കൂ. ഫീനിക്സ് മൈഗ്രേഷൻ സർവീസസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ. 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.